ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നാച്ചുറൽ ഫേസ് സ്ക്രബാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് പുറത്തു നിന്ന് ഒരു ഫേസ് സ്ക്രബ് വാങ്ങിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഫേസ് സ്ക്രബ് നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആവാനും ഗ്ലോ ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാം, പ്ലസ് ജെൻസിനും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, നമുക്ക് ഈ ഫേസ് സ്ക്രബ് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഫേസ് സ്ക്രബിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. 2 ടേബിൾ സ്പൂൺസ് ഓഫ് കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോഫി പൗഡറിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ബ്ലഡ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യും, ആക്നി സ്ട്രെച്ച് മാർക്സ് റെഡ്യൂസ് ചെയ്യും, ഇംപ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്യും. പിന്നെ മെയിനായിട്ട് നമ്മളെ ഡെഡ് സ്കിൻ സെൽസിനെ നശിപ്പിക്കും. പിന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയി ആക്കി മാറ്റും. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. പിന്നെ നമ്മളെ ആക്നീസ് എല്ലാം റെഡ്യൂസ് ചെയ്യും, ഹാംഫുൾ ബാക്ടീരിയയിൽ നിന്ന് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ കോക്കനട്ട് ഓയിലും 2 ടേബിൾ സ്പൂൺസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ തേർഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺസ് ഓഫ് ഷുഗർ. ഷുഗറിനെ പറ്റി പറയുകയാണെങ്കിൽ ഷുഗർ ഒരു ബെസ്റ്റ് സ്ക്രബ്ബറാണ്. ഇതിൻ്റെ അകത്തുള്ള ഗ്ലൈക്കോലിക് ആസിഡ് നമ്മളെ സ്കിന്നിൽ പെനിട്രേറ്റ് ചെയ്യും, സ്കിന്ന് നല്ല ഫ്രഷ് ലുക്കിംഗ് ആക്കി മാറ്റും. സോ ഈ 3 ഇൻഗ്രീഡിയൻസിന് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ബെസ്റ്റ്. സോ ഫേസ് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മിക്സ്ചർ അപ്ലൈ ചെയ്യാണ്. കണ്ണിൻ്റെ പാർട്ട് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ഒരു സർക്കുലാർ മോഷനിലാണ് സ്ക്രബ് ചെയ്യേണ്ടത്. സോ 3 to 4 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം. സോ നന്നായി സ്ക്രബ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ്സ് അത് ഫേസിൽ തന്നെ വെക്കണം. അതിനുശേഷം ഒരു വെറ്റ് ടവൽ യൂസ് ചെയ്തിട്ട് നന്നായി വൈപ്പ് ചെയ്തെടുക്കുക. നന്നായി വൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കോൾഡ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാം. സോ ഇതിന് ശേഷം ഞാൻ ഫേസ് നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസിന് നല്ലൊരു സ്മൂത്ത് ഫീലിംഗ് വന്നു, ഒരു ഫ്രഷ് ഫീല് വന്നു. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് സ്ക്രബ് എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടും നിങ്ങളെല്ലാവരും എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. എനിക്കിതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു ഫേസ് സ്ക്രബോ ഫേസ് മാസ്കോ എന്തായാലും 1 or 2 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് ട്രൈ ചെയ്താൽ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടില്ല. ഈ ഒരു ഫേസ് സ്ക്രബ് നിങ്ങൾ വീക്ക്ലി ട്വൈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മിനിമം 1 മന്ത് എങ്കിലും ഫോളോ ചെയ്ത് നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഫേസ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്കിന്നെ ടച്ച് ചെയ്ത് നോക്കിയാൽ നല്ല ഒരു സ്മൂത്ത് ഫീലിംഗ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.